കാലുമാറിയ കൂട്ടത്തിലുള്ള നമ്മുടെ MLA പുതിയ മന്ത്രിസഭയെ കടന്നുകൂടാൻ ഇടയുണ്ട്. സത്യപ്രതിജ്ഞ കാണാൻ പോണ്ടേ? പിന്നെ അങ്ങനെ വന്നാൽ ഈ ഐരാവതക്കുഴി പഞ്ചായത്തിലും ചില കളികൾ നടക്കും. ഒരു ഭരണമാറ്റം ഈ പഞ്ചായത്തിൽ ഉണ്ടാകും. കുറുപ്പ് വീട്ടിയിരിക്കും. പാലത്തിന്റെ പണിയോ? പാലത്തിന്റെ പണി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോ പൗലൂസ് കോൺട്രാക്ട് പണിയും. അപ്പം വൈശ്രണ പണിക്കരും മോൻ ജീമൂതവാകനും ഈച്ചയാട്ടിക്കൊണ്ടിരിക്കും. അപ്പ കുറുപ്പിന്റെ പ്രതിമ വീട്ടിലും ഇരിക്കും, നേതാവിന്റെ പ്രതിമ പാലത്തേലും ഇരിക്കും. എന്താടാ നിന്റെ മറ്റേ അടുത്തൊരു ചുമ? പോയിട്ട് ഇപ്പൊ 4 ദിവസമായി. യാതൊരു വിവരവും ഇല്ല. പുതിയ മന്ത്രിസഭയും വരുന്നില്ല. എന്നാ പിന്നെ വിവരത്തിനൊരു കത്തെങ്കിലും അയക്കരുതോ? ചേച്ചി വിഷമിക്കണ്ട. സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് പുതിയ മന്ത്രിയും കൊണ്ട് ചേട്ടൻ വരൂ. അതാ താമസിക്കുന്നത്. എനിക്കതല്ല, ചേട്ടന് വല്ല ഏനക്കേടും പറ്റിയോന്ന എന്റെ സംശയം. ഇത്രയും താമസിച്ച സ്ഥിതിക്ക് തലസ്ഥാനം വരെ പോയെന്ന് അന്വേഷിക്കേണ്ടതാ. ഇനി മന്ത്രിസഭയുടെ വീഴ്ചയിൽ ചേട്ടന് വല്ല പരിക്കോ ഷോക്കോ? എന്റെ കർത്താവേ. ശരിയാ, ഹാബേല് മാപ്പിള പറഞ്ഞപ്പോ എനിക്കങ്ങ് പേടിയാവുന്നു. ഇതുവരെ ഞാൻ എങ്ങും ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, വണ്ടിക്കൂലിക്കും 2 ദിവസത്തെ താമസനും ചേട്ടനെ തപ്പാനുള്ള ടാക്സിക്കും എല്ലാം കൂടെ കുറച്ച് കാശും തന്നാട്ടെ. ഞങ്ങളൊന്നു പോയി അന്വേഷിച്ചിട്ട് വരാം. എന്താ? അത് എത്ര കാശാവും പിള്ള ചേട്ടാ? ഫാസ്റ്റ് പാസഞ്ചർ, MLA ക്വാർട്ടേഴ്സ്, സെക്രട്ടേറിയറ്റ്, മസ്കറ്റ്, തിരിച്ച് വീണ്ടും ഹോട്ടലില് എല്ലാം കൂടെ ഒരു 200-250 രൂപ. അത് കുറച്ച് കൂടുതലാ. ബാക്കി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ കൊണ്ടുവരികയല്ലേ ചേച്ചി. റാഹേലേ, റാഹേലേ, ആ മുറിയും തുറന്നേ. റാഹേലേ, ആര് വന്ന് അന്വേഷിച്ചാലും ഞാനും പിള്ളേം ഇവിടെ ഇല്ല. തലസ്ഥാനത്താ. 2 ദിവസം കഴിഞ്ഞേ വരൂ. അന്വേഷണ കമ്മിറ്റിക്ക് കിട്ടിയ തുക 2 വീതം വെച്ചാ പോരാ, 3 ആക്കണം. എന്റെ വീതം എവിടെ? ഓ ഇത് ഞങ്ങളുടെ ഇരിക്കട്ടെ. 2 ദിവസം ഒളിച്ച് താമസിക്കുന്നത്. റാഹേലമേ, ഒരു കോഴിയെ തട്ടിക്കോ. അമ്മേ, എന്റെ വീതം. അവന്റെ ഒരു വീതം എവിടെന്നെങ്കിലും വന്നോളൂ. ഒരു 2 ഗ്ലാസ്. ഒരു 2 ഗ്ലാസ് വേണം. സംസ്ഥാനത്തെ 56-ാമത്തെയും 29 അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ മന്ത്രിസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാകർമ്മം ഇന്ന് രാവിലെ രാജ്ഭവനിലെ സ്ഥിരം സത്യപ്രതിജ്ഞാ ഹാളിൽ വെച്ച് നടന്നിരിക്കുന്നു. മുൻ മന്ത്രിസഭയിലെ മിക്കവാറും എല്ലാ മന്ത്രിമാരും പുതിയ മന്ത്രിസഭയിലുണ്ടെന്ന് പറയാം. മുഖ്യമന്ത്രി മാത്രമാണ് പുതുമുഖം. മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്ന MLA-മാർ വരിവരിയായി ഹാളിൽ നിരന്നുനിന്ന് മുഖ്യമന്ത്രിയോടുള്ള കൂറ് പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു MLA ഈ സമയത്ത് വാതിൽ ചാടിക്കിടക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യോടെ കാലിൽ പിടികൂടിയതുകൊണ്ട് പുതിയൊരു വിഷമഘട്ടം കടന്നു കിട്ടി. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വകുപ്പ് കിട്ടുന്ന മന്ത്രിക്ക കൂടുതൽ ഗമയും സ്പീഡും. ആ, 2-3 ദിവസമായി ഞാൻ ആശ്രമത്തിൽ പോകാറില്ല. അതുകൊണ്ട് സ്വാമി ഇങ്ങോട്ട് വന്നതാ. ആസനം മുടങ്ങിയപ്പോ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പ്. പോയ കാര്യങ്ങളൊക്കെ മംഗളമായി അവസാനിച്ചു അല്ലേ? നടക്കാനുള്ളതെല്ലാം ഭംഗിയായി തന്നെ നടക്കും. ഒന്നും വഴി തങ്ങില്ല. യാത്ര ചെയ്ത് ക്ഷീണിച്ചു കാണും. കണ്ണ് കണ്ടാൽ അറിയാം. ഇരിക്കൂ. നല്ല പോക്കായിപ്പോയി. ഇത് എവിടെ കിടക്കായിരുന്നു? 3-4 ദിവസമായി കാണാതെ ആയപ്പോ പിള്ളച്ചേട്ടനെ ഹാവേലും മാപ്പിളയും കൂടെ അങ്ങോട്ട് വിട്ടിരിക്കുക.
അവരെന്നെ തിരക്കി അങ്ങോട്ടോ? ആ. ഞാൻ ചെന്ന ദിവസം തന്നെ മന്ത്രിസഭ വീണു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയത്. മന്ത്രിയെ കാണാൻ പോരാ നിൽക്കൂ. അത് ശരിയാ. വീണതും ഉണ്ടാക്കിയതെല്ലാം നല്ലത് തന്നെയാ. ഭക്ഷണം തയ്യാറാണല്ലോ മണ്ടോദരി. അതെ. എങ്കിൽ കഴിക്കാം. ഭർത്താവിനും കൊടുക്കൂ. ആ, വിശപ്പ് കാണും. വന്നാട്ടെ, വരൂ. ബാ. മോളെ, അച്ഛനും കൂടെ ഒരു ഇല എടുക്ക. ആശ്രമത്തിൽ മത്സ്യ മാംസാദികൾ കയറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മണ്ടോദരിയോട് ഊൺ ഇവിടെ തന്നെ ആക്കാൻ പറഞ്ഞത്. ഇരിക്കൂ, ഇരിക്കൂ. അമ്മേ ദേ കുറുപ്പ് സാർ വന്നിട്ടുണ്ട്. ഏ ആ കേട്ടോ കുറിപ്പേട്ട മടങ്ങിയെത്തിന്ന്. കേട്ടോ കുറുപ്പിയേട്ടൻ മടങ്ങിയെത്തിയെന്ന്. ആണോ? ഓ ആശ്വാസമായി. ഇനിയെങ്കിലും ഇരുട്ടറയെന്നൊന്ന് പുറത്തിറങ്ങാവല്ലോ. എടോ, ആ ഞാൻ വീട്ടിൽ പോയി ബാഗ് എടുത്തോണ്ടങ്ങ് വരാം. ഞാൻ പുറകെ എത്തിക്കണം. ആ. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. ആ. ആ ഓ ഡാ കുരുത്തം കേട്ടവനെ, കുറുപ്പിയേട്ടൻ വരുന്നത് നീ കണ്ടത് തന്നെ ആണല്ലോ. വേണേ പോയി നോക്ക്. ഓ ഇപ്പൊ ഞാൻ ചേട്ടൻ ഇനി തലസ്ഥാനത്ത് തിരക്കാൻ ഇടവില്ല. ചേട്ടൻ എപ്പോ വന്നു? ഞാൻ ഉച്ചയായപ്പോ എത്തിയുള്ളേ. ഹാബേല് മാപ്പിള എന്തേ പിള്ളച്ചേട്ടാ? അയാളെ ആ സെക്രട്ടറിയേറ്റിന് വാതിൽ വെച്ച് പിരിഞ്ഞതാ. അയാൾ കാശ് കൊടുക്കാനുള്ള ഒരുത്തനെ കണ്ടു, ഒറ്റ ഓട്ടമാ. പിന്നെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല. വണ്ടിക്കൂലി അയാളുടെ കയ്യിലായി പോയത് കൊണ്ട് ഞാൻ ആകെ കറങ്ങി. അയ്യോ പിള്ള പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ഒന്നും പറയണ്ട, എന്റെ കയ്യിൽ ഒരു മോതിരം ഇല്ലായിരുന്നു. ചേച്ചി ഓർക്കുന്നില്ലേ? അത് ഊരി വിറ്റു. ആ സാരമില്ല പിള്ളേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ നമ്മുടെ പാലം പണി ഒന്ന് തുടങ്ങട്ടെ. അത് മതി, ചേട്ടൻ ഏറ്റാ മതി. പിള്ളേ, താൻ എന്നാ പണിയാണോ ഈ കാണിച്ചേ? താനെന്തൊരു മര്യാദയാണ് കാണിച്ചത്? ഞാൻ എന്ത് കാണിച്ചെന്നാ? കാശും കൈ വെച്ചെടുത്താ ഓടി കളഞ്ഞപ്പോ ഞാൻ എന്തോ ചെയ്യും? ഞാൻ എങ്ങോട്ടാ ഓടിയത്? സെക്രട്ടറിന്റെ തെക്കേ നട സത്യാഗ്രഹം കണ്ടോട്ടൊക്കെ എന്നോട് പറഞ്ഞിട്ട് താൻ എങ്ങോട്ടാ ഓടിയത്? എടോ, തെക്കേ നടക്കാനല്ല വടക്കേ നടക്കാൻ നിൽക്കാതെ അവരോട് ഞാൻ പറഞ്ഞത്. തെക്ക് മടക്കം തിരിച്ചറിയാത്തിന് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ. തന്തയ്ക്ക് പറഞ്ഞ തന്നെ മൂക്കി വലിച്ചു കയറ്റിക്കളയോ നക്കി നായരെ. പള്ളിക്ക് പോടാ, നാല് എന്തായി കാണിക്കുന്നത്? മന്ത്രി 25-ാം തീയതി വരുന്നുണ്ട്. സ്വീകരണത്തിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തോളാം. ഒപ്പെല്ലാം റെഡി. നമ്മൾ ഒപ്പ് ശേഖരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ജൂദാസ് കുഞ്ഞിന്റെ പാർട്ടിക്കാരും ഒപ്പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പാലം പൊളിച്ചാൽ അവിടുന്ന് മാറ്റിപ്പണിയണമെന്നാ അവർ പറയുന്നത്. അങ്ങനെ പലതും പറയും. കുറുപ്പ് സാറ് മന്ത്രിയെ കണ്ടപ്പോ നമ്മുടെ കാര്യം ഓർപ്പിച്ചായിരുന്നോ? കടത്തുവള്ളത്തിന്റെ ഉദ്ഘാടനം മന്ത്രിയെ കൊണ്ട് ചെയ്യിക്കണം. ചേട്ടാ, ഒരു സംശയം. നമ്മൾ മന്ത്രിയെ പാലം കൊണ്ട് കാണിക്കുമ്പം അപകടത്തിലല്ലാന്ന് തോന്നിയിട്ട് പാലം പൊളിച്ചു പണിയണ്ടെന്നെങ്ങാനും മന്ത്രി പറഞ്ഞാലോ? പാലത്തിന്റെ കേറുണ്ടെന്ന് എക്സിക്യൂട്ടീവ് സർട്ടിഫിക്കറ്റ് തന്നല്ലേ, പിന്നെന്താന്ന്? പാലം അപകടത്തിലെന്ന ബോർഡ് കണ്ടാല് ഏത് ധൈര്യമുള്ള മന്ത്രിയും പിന്നിലേക്ക് മാറും. അത് നേരാ. ഇത് നമ്മുടെ മോള് അനാർക്കലിയുടെ പുസ്തകത്തിൽ നിന്നും കിട്ടിയതാ. നോക്കിയപ്പോ അതിലും ഉണ്ട് ഒരു ഒപ്പ്. ആ ഒപ്പ് ഞമ്മക്ക് പറ്റുമോ നോക്കി പിള്ളച്ചോ. ചേട്ടാ, ഒന്ന് കേട്ടോണേ. എന്റെ മനസ്സിന്റെ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രിയപ്പെട്ട അനാർക്കലി അറിയുന്നതിന് ഞാൻ തരുന്ന ഈ പെറ്റീഷൻ നീ ആരെയും കാണിക്കരുത്. നിന്റെ വാപ്പ എന്ന റാസ്കൽ ഇതറിഞ്ഞാൽ എന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തേക്കും. നിന്റെ നീണ്ട കണ്ണുകൊണ്ടുള്ള നോട്ടമാകുന്ന ലാത്തി ചാർജ് ഏറ്റ് ഞാൻ പൊളയുകയാണ്. നീയില്ലാത്ത ജീവിതം ടിയർ ഗ്യാസ് പൊട്ടിച്ചതുപോലെയാണ് എനിക്ക്. മഫ്റ്റി വേഷത്തിലുള്ള നിന്റെ നിൽപ്പും പട്ടീസ് ചുറ്റിയതുപോലെ ഇറുകിക്കിടക്കുന്ന നിന്റെ ബ്ലൗസും നിനക്ക് ചേർന്ന ഒന്നന്തരം യൂണിഫോമാണ്. നിന്നെ ഒന്ന് കസ്റ്റഡിയിലെടുക്കാൻ ഞാൻ കൊതിക്കുന്നു. മറുപടി മകസർ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം PC. പാലം ഉടനെ പൊളിച്ചില്ലെങ്കിലേ അനാർക്കലി അപകടത്തിലാവും. അതെ അതെ, സംഗതി എനക്കേടാവും. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രിക്ക് വമ്പിച്ച സ്വീകരണം നൽകുന്നു. നാളെ രാവിലെ 10 മണിക്ക് ശ്രീ ഭൂതനാഥ ക്ഷേത്ര മൈതാനത്ത് വെച്ച് നടക്കുന്ന പ്രസ്ത വമ്പിച്ച മഹായോഗത്തിലേക്ക് കക്ഷിയാതി ഭേദമന്യേ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. നാളെ രാവിലെ 10 മണിക്ക് നമ്മൾ വളരെ പത്രത്തിൽ ഫോട്ടോ കാണുന്നതല്ലാതെ ഒരു മന്ത്രിയുടെ മുഖം നേരിട്ട് കണ്ടിട്ട് കാലം കുറയായി. ഒരു നീണ്ട പ്രസംഗം പ്രതീക്ഷിക്കാം. തന്നെ പോലെ കഴിവില്ലാത്തവനൊക്കെ പ്രതിപക്ഷത്തിരുന്ന് തന്നെ അന്ത്യശ്വാസം വലിക്കണം. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് കുറുപ്പിനെ ഇറക്കിത്തരാം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പൈസക്ക് വല്ല കണക്കുണ്ടോ? ഇനി മേലിൽ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരാം. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കുന്നത് തന്നെ പൗലൂസ് കോൺട്രാക്ടർ പോലുള്ള പണം കൊണ്ടാ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ വന്ന പണത്തിന് വേണ്ടിയല്ല. പഞ്ചവടി പാലം കുറുപ്പും കൂട്ടരും കൂടെ പൊളിക്കാൻ പോവാന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുമല്ലോ. പിന്നെ അറിയാതിരിക്കുമോ? പുതിയ പാലത്തിന്റെ കോൺട്രാക്ട് കുറുപ്പ് വൈശ്രവ പണിക്കർ കൊടുക്കാനുള്ള ശ്രമമാ. അതും അറിയാം. ഇവിടുന്നൊന്ന് ശ്രമിച്ചുകൂടെ? അതൊന്നും നടക്കും തോന്നുന്നില്ല. മന്ത്രി അവരുടെ ജാതിയാ. അല്ല, മന്ത്രിയുടെ പാർട്ടി നമ്മുടെ ജാതിക്കാരുണ്ട്. ഒന്ന് പിടിച്ചു നോക്കിയാൽ.
അതൊക്കെ വലിയ ചെലവാ. കോൺട്രാക്ട് തുക അതനുസരിച്ച് കൂട്ടി വെച്ചാ പോരെ. മന്ത്രിക്ക് കുറിപ്പും കൂട്ടിക്കൊണ്ടൊരു സ്വീകരണം വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തലസ്ഥാനത്ത് പോയി നേതാവിനെ ഒന്ന് കണ്ടാ പോരെ? കോൺട്രാക്ട് കിട്ടിയാലും ആ കുറിപ്പോട് ഭരിക്കുന്നിടത്തോളം കാലം അയാൾ പല ഉടക്കുകളും ഉണ്ടാക്കും. ഇതിനു മുമ്പ് പറഞ്ഞ പോലല്ല, പാലത്തിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് കുറിപ്പിനെ ഞാൻ ഇറക്കി തരാം. സംശയം എന്താ? എന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന് മിണ്ടായിരിക്കണം. മണി 10 കഴിഞ്ഞല്ലോ പിള്ളേരല്ലോ. വരും ചേട്ടാ, മന്ത്രിമാരല്ലേ, താമസിച്ചു വന്നില്ലേ, മോശമല്ലേ? ഹെലികോപ്റ്ററിൽ എങ്ങാനും ആയിരിക്കുമോ വരവ്? ഉച്ചയ്ക്ക് ഊണ് വീട്ടിലാണെന്ന് ഇന്നലെ രാത്രിയിലും ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ വരാതിരിക്കില്ല. ഊണ് എല്ലാവർക്കും കരുതിയിട്ടുണ്ടല്ലോ. പിന്നെയോ? ഇങ്ങനെയുണ്ടോ? ഇത് എത്ര നേരമായതേ? ചീണിപ്പിള്ളേ മണി 11 വഴിയിൽ വല്ല ടിവിയിലും കാപ്പുടിക്കാൻ ഇറങ്ങിയിരിക്കും. അതാ താമസിക്കുന്നത്. ഇപ്പൊ വരും. എന്നാലും പിന്നെ ചീണിപ്പിള്ളേ ഇവിടെ ഉണ്ടെന്ന്. താമസിച്ച് വരുന്നത് കൊണ്ട് പ്രസംഗം ചെറുതായി പോവോ? പോകാൻ ധൃതിയായിരിക്കും. നട്ടുച്ചയായി. നിന്നും ഇരുന്നും ഒക്കെ കുഴഞ്ഞു. ഇനി എപ്പോഴാണ് ഇയാളെ കെട്ടിയെടുത്തോണ്ട് വരിക? അല്ല അല്ല, ഒന്ന് പറയുന്നേ. പോരുത്, ആരും പോകരുത്, വരുന്നുണ്ട്, ആരും പോകരുത്, ആരും പിരിഞ്ഞു പോകരുത്. നമ്മളേവരും കാത്തിരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി ഉടനെ സ്ഥലത്തെത്തുന്നതാണെന്ന് അറിവായിട്ടുണ്ട്. ആരും പിരിഞ്ഞു പോകരുത്, ആരും പിരിഞ്ഞു പോകരുത്. പ്രിയപ്പെട്ട പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. പിരിഞ്ഞു പോകരുത്, പിരിഞ്ഞു പോകരുത്. മൈക്കോഫേഡ് മന്ത്രി ഡയറി കുറിച്ചിട്ട തീയതി ഇത് തന്നെയാണോ ചേട്ടാ? തീയതി ഇത് തന്നെ, സമയം ഇത് തന്നെ, മന്ത്രി ഇത് തന്നെ. 4 പേരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? വല്ല അട്ടിമറിയാണോ കുറുപ്പേ? വല്ല അട്ടിമറിയുമാണോ കുറുപ്പേ എന്നാ ചോദിച്ചേ. എന്താണോ ഈശ്വരനും വകുപ്പ് മന്ത്രിക്ക് മാത്രമേ അറിയൂ. മന്ത്രി എന്താ നിർത്താതെ പോയത്? വർഷാപ്പിലോട്ടായിരിക്കും, വണ്ടിക്ക് ബ്രേക്ക് കാണൂല. ചതിച്ചല്ലോ ചേട്ടാ, പൗലോസുകളുടെ വീട്ടിലാണല്ലോ. നമുക്ക് നോക്കാം. എന്താ 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 മിനിസ്റ്റർ അത് കാണണം. ഇപ്പൊ കാണാനൊക്കത്തില്ല. മിനിസ്റ്റർ ഊണ് കഴിച്ചോണ്ടിരിക്കുവാ. ഞങ്ങളുടെ സ്വീകരണത്തിനാ മിനിസ്റ്റർ വന്നിട്ട് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ എത്തിക്കോളും. പോയിക്കോ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇതൊക്കെ ഉണ്ട്. ഇവിടെ അകത്തുണ്ട്. ആണ്ട വരുന്നു. ആരും എന്താണെന്ന് ഇപ്പൊ അറിയാം. മന്ത്രി എവിടെ? മന്ത്രി ഇല്ലല്ലോ. എന്ത് പറ്റി ചേട്ടാ? മന്ത്രി ആള് മാറിപ്പോയോ? മന്ത്രി കാല് മാറി. അയാൾ പൗലോസ് കോൺട്രാക്ടറുടെ വീട്ടിൽ ഊണ് കഴിച്ചോണ്ടിരിക്കുന്നു. ഇസഹാക്ക് തരം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് പോയതിന്റെ ഗുട്ടൻസ് എനിക്ക് ഇപ്പോഴാ പിടി കിട്ടി. മോനെ, മന്ത്രിക്ക് വേണ്ടി നമ്മൾ വീട്ടിലൊരുക്കിയ സദ്യ പല തെണ്ടികൾക്ക് എടുത്തു കൊടുത്തേരെ. പൊതുമരാമത്ത് മന്ത്രിക്ക്, 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 പൊതുമരാമത്ത് മാന്യമഹാജനങ്ങളെ, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി വരാൽപ്പം വയ്യെങ്കിലും അദ്ദേഹം വന്നെത്തിയിരിക്കുകയാണ്. താമസിയാതെയോ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാരി, ഇന്ന് അതിരാവിലെ അടിയന്തരമായി കൂടി ക്യാബിനറ്റ് യോഗത്തിൽ
പങ്കെടുക്കേണ്ടതായി വന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള യാത്ര അല്പം വൈകി. ഈ നട്ടുച്ച സമയത്തും അക്ഷമരായി കാത്തിരുന്ന നിങ്ങളെ ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം 2 നിലവിളക്കോർത്തൽ, 8 കല്ലിടൽ, 12 നാണമുറിക്കൽ, 2 ദർശനങ്ങൾ, 3 കല്യാണങ്ങൾ, 2 റീത്ത് സമർപ്പിക്കൽ തുടങ്ങിയവയിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നിങ്ങളോടൊന്ന് ചേർന്ന സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പഞ്ചോടി പാലത്തിന്റെ എല്ലാ ഫയലുകളും ഞാൻ നോക്കി മനസ്സിലാക്കിയുണ്ടായി. പഞ്ചോടി പാലം പൊളിച്ചു പണിയുന്നതിൽ സർക്കാർ സന്തോഷമേ ഉള്ളൂ. പാലം പൊളിക്കാൻ സത്വര നടപടികൾ കൈക്കൊള്ളുന്നതാണെന്ന് ഞാൻ ഉറപ്പുവരുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി. ഒപ്പ് വാങ്ങി ഒപ്പ് വാങ്ങി